SIT അതിനുശേഷം ED ഇനിയിപ്പോൾ CBIയും എത്തുമെന്നുള്ള സൂചന ഏകദേശം ശരിവച്ചിരിക്കുകയാണ്. കാരണം ED അന്വേഷണത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള നിരവധി കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. കേന്ദ്രത്തെ കൃത്യമായി അത് വേണ്ട വിധത്തിൽ അറിയിക്കുന്നുണ്ട്. ഈ കേസ് കണ്ടതുപോലെയല്ല, മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. കോടാനുകോടികളുടെ കൊള്ളയും കളവും ഇതിന് പിന്നിൽ നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇത് സർക്കാർ തലത്തിൽ തന്നെ ഉണ്ടായ ഒരു ഗൂഢാലോചനയാണോ എന്നുള്ള സംശയമടക്കം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോഴും സർക്കാരിലെ ബന്ധപ്പെട്ട പല പ്രമുഖരും ഇതിനോടകം തന്നെ EDയുടെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഇന്നിപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ ചില വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതിൽ ഇടം വലം രക്ഷയില്ലാതെ എല്ലാ മുന്നണികളിലും ഈ സ്വർണ്ണക്കൊള്ളയുടെ പങ്ക് പറ്റിയവരുണ്ടാകുമോ എന്നുള്ള സംശയമാണ് പലരും ഉന്നയിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നാലാമത്തെ ആളും ഇപ്പോൾ ജയിൽ മോചിതനായി പുറത്തുവന്ന പ്രധാന പ്രതിയടക്കം പുറത്തു നിൽക്കുന്നു. കേസുകൾ അട്ടിമറിക്കപ്പെടാനും പ്രതികൾ രക്ഷപ്പെട്ടു പോകാനുമുള്ള സാധ്യതകളാണ് ഏറെ വർദ്ധിക്കുന്നത്. കേസ് ശരിയായ ദിശയിലാണെന്ന് ഹൈക്കോടതി തറപ്പിച്ചു പറയുമ്പോഴും ഇതിനെ അട്ടിമറിക്കാനുള്ള പല നീക്കങ്ങളും അണിയറയിൽ നടക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കേസ് അന്വേഷിക്കുന്ന SIT ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ജയിൽ മോചിതനായിരിക്കുന്നത് ശ്രീകോവിലെ കട്ടിളപ്പാളി കേസിൽ ഒന്നാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി. സ്വർണ്ണക്കൊള്ള കേസിലെ മറ്റു പ്രതികൾക്ക് ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ വിവേചനം പാടില്ലെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കോടതി പോറ്റിക്ക് ജാമ്യം കൊടുത്തത്. ഇതോടെ ഇപ്പോഴും ജയിലിൽ തുടർന്ന മറ്റു പ്രതികൾക്ക് കൂടി ജാമ്യം ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു തീർച്ച വന്നിരിക്കുന്നു. 90 ദിവസം ഇനിയിപ്പോൾ ആർക്കൊക്കെ പിന്നിട്ടാൽ പോലും SIT കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു സാധ്യത മുന്നിൽ കാണുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഇനി പ്രധാനമായ മറ്റൊരു വിഷയം പറയുകയാണെങ്കിൽ, ഇനിയിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർ പുറത്തു നിൽക്കുന്ന ഘട്ടത്തിൽ SITയുടെ അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുമോ? പ്രതികൾ ആരും രക്ഷപ്പെടില്ല എന്ന് ഹൈക്കോടതി ഉറപ്പ് പറയുന്നെങ്കിലും അയ്യപ്പ ഭക്തർക്കും സാധാരണ ജനങ്ങൾക്കും വലിയ ശുഭാപ്തി വിശ്വാസമില്ല. ഇതുപോലെ പല കേസുകൾ ഇതിനോടകം തന്നെ കണ്ടിട്ടുണ്ട്. പല വിഷയങ്ങൾ, അത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പോലും നടന്നിട്ടുള്ള കേസുകൾ എന്തായി എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. കോടതിയുടെ മേൽനോട്ടത്തിലാണ് SIT അന്വേഷണം എന്നത് മറിച്ച് മറ്റൊന്നും ചിന്തിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നില്ല. കാരണം ഇതിനു മുൻപ് പല ഘട്ടങ്ങളിലും അന്വേഷണത്തിൽ SIT വീഴ്ച വരുത്തിയെന്ന് കോടതി തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നിശ്ചിതമായ വിമർശനം കോടതി ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ SIT പൂർണ്ണമായും 100% ശരി എന്ന രീതിയിൽ നോക്കിക്കാണാൻ കഴിയുമോ എന്ന സംശയമടക്കം പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയല്ലേ ഈ SIT സംഘത്തിലുള്ളത്. ആഭ്യന്തര വകുപ്പുമായോ അതല്ലെങ്കിൽ മുൻ മന്ത്രിമാരുമായോ ബന്ധപ്പെട്ട ഈ അന്വേഷണം നീളുമോ? ഈ സംശയം അടക്കം പങ്കുവെക്കുന്നുണ്ട്. ആരോപണ വിധേയരായിട്ടുള്ള ഉന്നതരിലേക്ക് എങ്ങനെയാണ് SITക്ക് എത്താൻ കഴിയുന്നത്? ഇത് കേവലം ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും സ്വർണ്ണ വ്യാപാരിയിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കൊള്ളയല്ല, മറിച്ച് പലർക്കും ഇതിൽ പങ്കുണ്ട് എന്നുള്ളത് വ്യക്തമായി ഇതിനോടകം തന്നെ മനസ്സിലായിട്ടുണ്ട്. ആരോപണ വിധേയരായിട്ടുള്ള ഉന്നതരിലേക്ക് എത്താൻ SITക്ക് ഇപ്പോഴും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇതിനു മുൻപ് ഹൈക്കോടതി തന്നെ എടുത്ത് തറപ്പിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് പല അറസ്റ്റും വൈകിപ്പിക്കുന്നു, പലരിലേക്കും എത്തുന്നില്ല എന്നുള്ളത്. അന്വേഷണം ഒരു സ്വിച്ചിട്ട പോലെ നിന്നു പോകുന്ന ഒരു സാഹചര്യം SITയുടെ ഭാഗത്തു നിന്നും പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെന്ന് കോടതി തന്നെ ചോദിച്ച കാര്യം ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതാണ്. 90 ദിവസത്തിന് ശേഷം പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കുമെന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്ന ആശങ്കയില്ല. കുറച്ചുകൂടി സമയം SITക്ക് കൊടുക്കുമെന്നാണ് കോടതി പറഞ്ഞത്. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും വിശ്വഹിന്ദു പരിഷത്ത് അടക്കമുള്ളവരുടെ ഹർജികൾ പരിഗണിക്കുമ്പോഴായിരുന്നു കോടതി ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയത്. എന്തായിരുന്നാലും ഒരു അസാധാരണമായ കേസാണ്. ഈ കേസ് അന്വേഷണവും ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അന്വേഷണത്തിന്റെ എല്ലാ കാര്യങ്ങളും കോടതി വളരെ സൂക്ഷ്മമായി ഇഴകീറി പരിശോധിക്കുന്നെന്ന് പറയുന്നെങ്കിൽ പോലും കേസിൽ പ്രതികളായിട്ടുള്ളവരുടെ ആരോപണ വിധേയരുടെ രാഷ്ട്രീയവും ഭരണപരമായിട്ടുള്ള സ്വാധീനവും ഒക്കെ പ്രകടിപ്പിക്കുന്ന, കോടതി തന്നെ പ്രകടിപ്പിക്കുന്ന ഒരു സാധ്യത ഉണ്ടാകുന്നു എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കർശന ഉപാധികളോടെയാണ് പ്രതികൾക്കൊക്കെ ജാമ്യം കിട്ടിയിട്ടുള്ളതെങ്കിൽ പോലും അവരെ സംബന്ധിച്ച് ഇതൊക്കെ തന്നെ ധാരാളമാണ്. കാരണം ജയിലിൽ കിടക്കുമ്പോൾ പോലും പലതരത്തിലുള്ള അട്ടിമറികൾക്കും ഗൂഢാലോചന നടത്താനും ഒക്കെ തന്നെ കഴിവുള്ളവരാണ് ഈ പ്രതികളെന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇനി മുന്നോട്ട് എന്ത് സംഭവിക്കുമെന്നുള്ളത് കണ്ടറിയുക തന്നെ വേണം. ജാമ്യ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് തന്നെ ഭരണ നേതൃത്വത്തെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും പ്രതികൾക്ക് സാധിക്കും. അങ്ങനെയൊന്നും കരുതില്ല എന്ന് നിഷ്കളങ്കമായി നമുക്ക് പോറ്റിയെക്കുറിച്ചൊന്നും തന്നെ കരുതാൻ കഴിയില്ല. കാരണം പോറ്റിക്ക് അത്തരത്തിലുള്ളൊരു വലിയ ട്രാക്ക് റെക്കോർഡ് തന്നെ ഈ കൊള്ളയിലും കളവിലുമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി പുറത്തിറങ്ങിയ ഒന്നാം പ്രതിയായ പോറ്റിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്തായിരുന്നാലും ഈ ആഴ്ച തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന വിവരവും കിട്ടിയിട്ടുണ്ട്. പൂർണ്ണമായി വിവരശേഖരണം നടത്തിയ ശേഷം വിളിച്ചു വരുത്താനാണ് നിലവിലെ തീരുമാനം. ഇതോടെ EDയുടെ അന്വേഷണത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളുടെ അറസ്റ്റ് കുറച്ചുകൂടി വൈകാൻ സാധ്യതയുണ്ട്.
പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ വളരെ വിശദമായി തന്നെ ഇ ഡി പരിശോധിച്ചിട്ടുണ്ട്. 2017 മുതൽ 2025 വരെയുള്ള സാമ്പത്തിക ഇടപാടാണ് പരിശോധിച്ചത്. തിരുവനന്തപുരത്ത് അടക്കം ഭൂമികൾ വാങ്ങിയതിന്റെ വിശദാംശങ്ങളും ഇ ഡിക്ക് കിട്ടി. പോറ്റിയുടെ 1,30,00,000 രൂപയുടെ ആസ്തി വകകൾ നേരത്തെ തന്നെ ഇ ഡി മരവിപ്പിച്ചു. കേസിൽ ജാമ്യത്തിലിറങ്ങിയ മുരാരി ബാബുവിനെയും കേസിലെ 6ാം പ്രതിയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുമായിട്ടുള്ള എസ് ശ്രീകുമാറിനെയും ഇന്നലെ ആയിരുന്നു ഇ ഡി ചോദ്യം ചെയ്തത്. ഇതിനിടെ പ്രത്യേക അന്വേഷണ സംഘം SIT ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ചോദ്യം ചെയ്തു. കുറ്റപത്രം തയ്യാറാക്കാൻ പോറ്റിയുടെ നിക്ഷേപങ്ങൾ, ബന്ധങ്ങൾ എന്നിവ കൂടുതൽ വ്യക്തത വരുത്തുക എന്ന ലക്ഷ്യമിട്ട് തന്നെയാണ് ചോദ്യം ചെയ്യൽ. ഇന്നലെ രാവിലെ മുതൽ വൈകിട്ട് വരെയും പോറ്റിയെ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പല തെളിവുകളും കണ്ടെത്താൻ SITയുടെ ഇതുവരെയുള്ള അന്വേഷണത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പോരായ്മ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അന്വേഷണത്തിന്റെ മെല്ലപ്പോക്കും മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പോലുള്ളവരെ രഹസ്യമായി ചോദ്യം ചെയ്യുന്നതുമൊക്കെ ഏറെ സംശയാസ്പദമാണ്. അറസ്റ്റ് ചെയ്യാൻ തയ്യാറാവാത്തതും ജനങ്ങളിൽ പല സംശയങ്ങൾ ഉയർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചെങ്കിൽ പോലും അത് പണമിടപാടുകളെക്കുറിച്ച് മാത്രമാണ് ഇ ഡി അന്വേഷിക്കുന്നത്. മറ്റു പല സാഹചര്യങ്ങളുമുണ്ട്. അതൊക്കെ പരിഗണിക്കണമെങ്കിൽ ഇ ഡിക്ക് മാത്രമായി സാധിക്കില്ല. അവിടെയാണ് എന്തുകൊണ്ട് CBI അന്വേഷണം വേണമെന്നുള്ള ചോദ്യം ഉയരുന്നത്, അതിന്റെ പ്രസക്തി ശ്രദ്ധേയമാകുന്നത്. ഇങ്ങനെ ഒരു അന്വേഷണം ഉണ്ടാകുന്നില്ലെങ്കിൽ പ്രതികളൊക്കെ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്വർണ്ണക്കൊള്ള കേസ് ഇപ്പോൾ പ്രതികളായിട്ടുള്ളവരിൽ മാത്രമായി ഒതുക്കി നിർത്താൻ ഇപ്പോഴത്തെ സർക്കാർ ശ്രമിക്കുമ്പോൾ അതിന് പിന്നിൽ കളിച്ചവർ, ഇവർക്ക് എല്ലാ പിൻബലവും കൊടുത്തവർ, അവരെയൊക്കെ തന്നെ പിടികൂടുക എന്നുള്ള ലക്ഷ്യം ഉറപ്പായും CBIക്ക് ഉണ്ടാവും. അതിനുവേണ്ടി എന്തായിരുന്നാലും SITക്ക് മേൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ളതും നമുക്കറിയാവുന്ന വിഷയമാണ്. കോൺഗ്രസ് പ്രകടിപ്പിക്കുന്ന എതിർപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ഒരു നീക്കമായി BJP അടക്കം കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. കാരണം തങ്ങളുടെ നേതാക്കൾ അടക്കം ഇപ്പോൾ ആരോപണ വിധേയരായി മാറുന്നു. ദേശീയ നേതാക്കളെ അടക്കം ഈ കൊടും കള്ളൻ, കാട്ടുകള്ളൻ എന്ന് കണ്ടു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചും ഒരു വലിയ തിരിച്ചടിയായിട്ടുള്ള വിഷയം തന്നെയാണ്. അങ്ങനെ നിലവിലെ സ്ഥിതിഗതികളൊക്കെ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സ്വർണ്ണക്കൊള്ള കേസിൽ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന സൂചനയും.